ഇനി വരുന്നത് 2022 LL.B എൻട്രൻസ് എക്സാം ആണ്. അപ്പം ഇപ്പം ഈ 2021 കുറച്ച് താമസിച്ചാണ് LL.B എൻട്രൻസ് നടന്നത്. പക്ഷെ 2022 നമ്മളൊരു മെയ് ജൂണിൽ എക്സാം ഉണ്ടാകും എന്നുള്ളൊരു രീതിയിൽ വേണം, അത് മനസ്സിൽ കണ്ട് വേണം നമ്മൾ പഠനം തുടങ്ങാൻ. അപ്പം അതിന് വലിയ സമയമൊന്നുമില്ല. അപ്പം അതുപോലെ തന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പം LL.Bക്ക് ഒരു കോമ്പറ്റീഷൻ കൂടി വരികയാണ്. നിങ്ങൾ ഓരോ വർഷങ്ങളും ഒന്ന് കമ്പയർ ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാവും. കോമ്പറ്റീഷൻ കൂടി വരികയാണ്. അതേപോലെ LL.B എൻട്രൻസ് എഴുതുന്ന സ്റ്റുഡൻസിൻ്റെ എണ്ണവും കൂടി വരികയാണ്. അപ്പോൾ നിങ്ങൾ ഇപ്പോഴേ പഠിച്ച് തുടങ്ങുക തന്നെ വേണം. എന്നാൽ തന്നെയാണ് നമ്മൾ ആ സമയമാകുമ്പോഴത്തേക്കിനും എല്ലാം ഒരു നല്ലൊരു റാങ്കിലേക്ക് എത്താൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ പഠിക്കാൻ വേണ്ടിയിട്ട് എങ്ങനെയാണ് ഈ ചാനൽ യൂസ് ചെയ്യുക, എങ്ങനെയാണ് വീഡിയോസ് കാണണം, ഏതൊക്കെ വീഡിയോസ് ഇതുവരെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അങ്ങനെ ഒരു ചെറിയൊരു ബ്രീഫ് ഇൻട്രൊഡക്ഷൻ, ഒരു ബ്രീഫായിട്ട് കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. വീഡിയോസ് നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾ ആ ചാനലിൽ പോയിട്ട് ചാനലിൽ ഞാൻ ഓരോ വീഡിയോസും പ്ലേലിസ്റ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പ്ലേലിസ്റ്റ് നോക്കിയിട്ട് വേണം നിങ്ങൾ അതിൽ വീഡിയോസ് കാണാൻ. ഇപ്പോൾ ഉദാഹരണത്തിന് ഈ വീഡിയോ ഞാൻ ഇടുന്നത് 2022 ലോ എൻട്രൻസ് എക്സാം അങ്ങനെ ഒരു പ്ലേലിസ്റ്റിലാണ്. അപ്പം ഇതിലാണ് 2022 LL.B റിലേറ്റ് ചെയ്ത എല്ലാ നോട്ടിഫിക്കേഷൻസും LL.B എക്സാം വരുമ്പോഴും അതിൻ്റെ റിസൾട്ടും എല്ലാം ഈ ഒരു പ്ലേലിസ്റ്റിലാണ് ഞാൻ ഇൻക്ലൂഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നിങ്ങൾ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുമ്പോൾ ആദ്യം കാണേണ്ട വീഡിയോ എന്ന് പറഞ്ഞാൽ ഞാനൊരു കേരള ലോ എൻട്രൻസ് എക്സാം KLEE പ്രിപ്പറേഷൻ പ്ലേലിസ്റ്റ് എന്ന് പറഞ്ഞ കുറേ ടിപ്സുകൾ, അങ്ങനെ കുറച്ച് വീഡിയോസ് ചെയ്തിട്ടുണ്ട്. ഇംഗ്ലീഷ് എങ്ങനെ പഠിക്കണം, കോൺസ്റ്റിറ്റ്യൂഷൻ എങ്ങനെ പഠിക്കണം, അതേപോലെ അതിൻ്റെ സിലബസ് റിലേറ്റ് ചെയ്ത്. അപ്പോൾ അതെന്തായാലും ആദ്യം കാണണം, എന്നിട്ടാണ് ബാക്കി വീഡിയോസ് കാണേണ്ടത്. പിന്നെ നമ്മുടെ എക്സാമിന് എൻട്രൻസ് എക്സാമിന് LL.B ഏതാണേലും എക്സാമിന് ഇമ്പോർട്ടൻ്റ് ആയ ഒരു ടോപ്പിക്കാണ് കോൺസ്റ്റിറ്റ്യൂഷൻ. അപ്പോൾ അതിൽ ഞാനൊരു കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഒരു പ്ലേലിസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൽ ഞാൻ നമ്പർ ഇട്ടിട്ടുണ്ട്. നിങ്ങൾ തമ്പനയിൽ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ 1, 2, 3 എന്ന് നമ്പർ ഇട്ടിട്ടുണ്ട്. ആ ഓർഡറിൽ തന്നെ കാണണം. അപ്പോൾ അങ്ങനെ ആ ഓർഡർ കിട്ടണമെങ്കിൽ നിങ്ങൾ പ്ലേലിസ്റ്റിൽ പോകണം. അല്ലാതെ ഇവിടുന്ന് കോൺസ്റ്റിറ്റ്യൂഷൻ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ മനസ്സിലാവില്ല. അപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ വീഡിയോസ് ഓർഡറിൽ നിങ്ങൾ കാണുക. ഇനിയുള്ള ദിവസങ്ങളിൽ ഞാൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ബാക്കി വീഡിയോസ് അപ്ലോഡ് ചെയ്ത് ആ പ്ലേലിസ്റ്റിൽ തന്നെ ആഡ് ചെയ്യുന്നതായിരിക്കും. പിന്നെ വേറെ പ്ലേലിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷ് ഗ്രാമറിൻ്റെ ക്ലാസ്സുകളുണ്ട്. പ്ലേലിസ്റ്റിൽ പോയാൽ നോക്കാം. അതും ഞാൻ നമ്പർ ഇട്ടിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇംഗ്ലീഷ് ഗ്രാമറും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് എല്ലാവരും കാണണം. കാരണം അത് എക്സാം എന്നല്ല, അത് കഴിഞ്ഞിട്ടും നമ്മളിപ്പം കോടതിയിൽ വർക്ക് ചെയ്യുമ്പോൾ കാര്യങ്ങൾ എപ്പോഴാണെങ്കിലും ആ ഇംഗ്ലീഷ് ഗ്രാമർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ആ ഇംഗ്ലീഷ് ഗ്രാമറിൻ്റെ ക്ലാസ്സും ഓർഡറിൽ തന്നെ കാണാൻ ശ്രമിക്കുക. മാത്സും ലോജിക്കൽ റീസണിങ്ങും ക്ലാസ്സുകൾ കൊടുത്തിട്ടുണ്ട്. സെപ്പറേറ്റ് ആയിട്ട് തന്നെ പ്ലേലിസ്റ്റ് സെപ്പറേറ്റ് ആയിട്ട് തന്നെ ഉണ്ട്. പക്ഷെ അത് ഞാൻ ഓർഡറിലല്ല, അത് ടോപ്പിക് വൈസ് ആണ് ചെയ്തിരിക്കുന്നത്. അത് ഓർഡറിൽ ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ ആ ടോപ്പിക് വൈസ് നിങ്ങൾ എന്ത് ചെയ്യുക, ആ ടോപ്പിക് വൈസ് അത് നോക്കുക. അതേപോലെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇപ്പം മാത്സ് കഴിഞ്ഞ പ്രാവശ്യം കുറച്ച് ബുദ്ധിമുട്ടായിട്ട് വന്നിരുന്നു. അപ്പോൾ ആ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറും കൂടി നോക്കിയിട്ട് അതിപ്പോഴേ പഠിച്ചു തുടങ്ങുക. പിന്നെയുള്ള ടോപ്പിക്സ് എന്ന് പറഞ്ഞാൽ IPC CRPC അതേപോലെ ടോർട്ട് അങ്ങനത്തെ വീഡിയോസും ചെയ്തിട്ടുണ്ട്. കുറേ എണ്ണം ചെയ്തിട്ടുണ്ട്. ഇനി കുറേ എണ്ണം ചെയ്യാൻ ബാക്കിയുണ്ട്. അതും ഞാൻ സെപ്പറേറ്റ് പ്ലേലിസ്റ്റ് ആയിട്ട് തന്നെ ആഡ് ചെയ്യുന്നതായിരിക്കും. പിന്നെ അപ്ഡേറ്റ്സ് ആൻഡ് എറർ കറക്ഷൻ, അത് ശ്രദ്ധിക്കണം. അപ്ഡേറ്റ്സ് ആൻഡ് എറർ കറക്ഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു 2 പ്ലേലിസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്ഡേറ്റ്സ് ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ ആർട്ടിക്കിള് മാറും, കൂടുതൽ വരും, അതേപോലെ അമെൻമെൻറ്റ് വരും. അങ്ങനെ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ അപ്ഡേറ്റ്സും കാര്യങ്ങളും, അല്ലെങ്കിൽ ഏത് ടോപ്പിക് ആണെങ്കിലും അതിൽ അപ്ഡേറ്റ്സ് ഞാൻ അതിലിടും. അതേപോലെ തന്നെ എറർ കറക്ഷൻ, നമ്മൾ വീഡിയോസ് എടുത്ത് അപ്ലോഡ് ചെയ്യുമ്പം ചെറിയ തെറ്റുകൾ പറ്റാറുണ്ട്. ആ എറർ കറക്ഷൻ ഞാനിവിടെ ആ പ്ലേലിസ്റ്റിലും ഉണ്ടാവും. അപ്പോൾ വീഡിയോസ് മൊത്തം കണ്ടിട്ട് ഈ അപ്ഡേറ്റ്സും എറർ കറക്ഷനും കാണാതെ പോകരുത്. അപ്പം രാവിലെ കുറച്ച് സമയം ഞാൻ എന്തായാലും ഇങ്ങനെ വീഡിയോസ് എടുത്ത് ആ ക്ലാസ്സുകൾ LL.B എൻട്രൻസിൻ്റെ ക്ലാസ്സുകൾ നിങ്ങൾക്കത് ഭാവിയിൽ PSC എക്സാമുകൾ എഴുതുമ്പോഴും ഇത് ഉപകരിക്കുക എന്തായാലും. അപ്പോൾ ആ ടോപ്പിക്കുകൾ എന്തായാലും രാവിലെ കുറച്ച് സമയം ഞാൻ മാറ്റി വെച്ച് ഇനിയുള്ള ദിവസങ്ങളിൽ ഫുള്ള് കംപ്ലീറ്റ് ചെയ്യാനാണ് വിചാരിക്കുന്നത്. അപ്പം സ്റ്റുഡൻസിനോട്, അടുത്ത വർഷം എഴുതാൻ പോകുന്ന സ്റ്റുഡൻസിനോട് പറയാനുള്ളത്, ഇപ്പോഴേ പഠിച്ചു തുടങ്ങണം. നിങ്ങളത് അത്ര ഒരു ലളിതമായിട്ട് കാണരുത്. ഇപ്പോഴേ പഠിച്ചു തുടങ്ങുക, ഇപ്പോഴേ വീഡിയോസ് കണ്ടു തുടങ്ങുക, ഇപ്പോഴേ പതുക്കെ പുസ്തകങ്ങൾ വാങ്ങി ഇപ്പോൾ തന്നെ പ്രിപ്പയർ ചെയ്ത് തുടങ്ങുക.